എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ഹരിയാലി കി ചാവമേ, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു കഹാനിയാണ്. ഗർ എന്നാണ് കഹാനിയുടെ പേര്. എഴുതിയിരിക്കുന്നത് പ്രഭാതാണ്. വളരെ മനോഹരമായ ഒരു കഹാനിയാണിത്. ഇതിലെ കഥാപാത്രങ്ങൾ പല്ലി, ചിലന്തി, ഓന്ത്, തവള മുതലായ ജീവികളാണ്. ഇതിൽ പറയുന്നത് ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, മറ്റെല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. അല്ലേ? അങ്ങനെയല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഈ കഹാനിയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കലി ജോ ഗിൽത്തി നഹീം ആജ് ഗിലി ഗിലി സീതി, गिरगिट ने उसे सड़क पार कर आते देखा तो मुस्कराया. ഹലോ, നോക്കാം. കലി ജോ ഗിൽത്തി നഹീം ആജ് ഗിലി ഗിലി സീതി. കലി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ചിബുക്കലിയാണ്. ചിബുക്കലി എന്ന് പറഞ്ഞാല് പല്ലി. ചിബുക്കലി ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. ആജ് ഇന്ന്, ഗിലി ഗിലി ഗിലീസീത് ഇന്ന് വളരെയധികം, ഗിലി ഗിലീസി പറഞ്ഞാല് വളരെയധികം സന്തോഷം. ഇന്ന് ചിബുക്കലി വളരെയധികം സന്തോഷത്തിലായിരുന്നു. गिरगिट ने उसे सड़क पार कर आते देखा तो मुस्कराया. गिरगिट ഓന്ത് അവൻ റോഡ് മുറിച്ച് കടന്നു വരുന്നത് കണ്ടപ്പോൾ, അവൻ റോഡ് ക്രോസ് ചെയ്ത് വരികയാണ്. ആര്? പല്ലി റോഡ് ക്രോസ് ചെയ്ത് വരുന്നു. അത് ആര് കാണുന്നു? ഗിർഗിട്ട് കാണുന്നു. അപ്പൊ ഗിർഗിട്ട് അവനെ കണ്ടപ്പോൾ അവനോട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറയാണ് ഹലോ. ചിബുക്കലിയും തിരിച്ചു പറഞ്ഞു ഹലോ. തും യഹാം, നീ ഇവിടെ? ഗിർഗിട്ട് ചോദിക്കുകയാണ് പല്ലിയോട് ഓന്ത് ചോദിക്കുകയാണ്, നീ ഇവിടെ? ഗിർഗിട്ട് കാ ഗല ഫൂൽക്കർ പിച്ക, ഗിർഗിട്ടിന്റെ തൊണ്ട വീർക്കുകയും ചുരുങ്ങുകയും ചെയ്തു. ഫൂലുക്ന പറഞ്ഞാല് വീർക്ക, പിച്ചുക്കന പറഞ്ഞാല് ചുരുങ്ങ, വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യാം. ഓന്തിന് അങ്ങനെ ഉണ്ടല്ലേ? നമ്മൾ ഓന്തിനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ കഴുത്ത് ഇങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യും. എന്നിട്ട് ഗിർഗിഡ് ചോദിക്കുകയാണ് തും യഹാം, നീ ഇവിടെ? തും യഹാം സേ ക്യാ മത്ലബ് ഹേ, നീ ഇവിടെ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? തുമാര, നീ അങ്ങനെ ചോദിച്ചല്ലോ, നീ അങ്ങനെ ചോദിച്ചത് എന്തുദ്ദേശിച്ചിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. ചിബുക്കലി പറഞ്ഞു दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछा ही जा सकता है. ചുമരിൽ കഴിയേണ്ടവളെ, ചുമരിൽ താമസിക്കേണ്ട ആളെ റോട്ടിൽ വെച്ച് കണ്ടാൽ ഇങ്ങനെയല്ലേ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ? പൂച്ചന ചോദിക്കുക, പൂച്ചാ ഹി ജാ സക്താ ഹേ, ഇങ്ങനെയല്ലേ ചോദിക്കാൻ സാധിക്കുക എന്ന് പറയാണ്. ഗിർഗിട്ടിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ, അതെങ്ങനെയാണ് ഗിർഗിട്ട് പറഞ്ഞത്? നിറം മാറ്റിക്കൊണ്ട് ഓന്ത് പറയാണ്, വീടിന്റെ ഭിത്തിയിൽ താമസിക്കുന്ന പല്ലിയെ റോട്ടിൽ വെച്ച് കണ്ടാൽ പിന്നെ നീ ഇവിടെ, അങ്ങനെയല്ലാതെ എന്താണ് പിന്നെ ചോദിക്കാൻ സാധിക്കുക എന്ന് പറയാണ്. മേം ആജ് ഗർ ബദൽ രഹീഹും, ഇന്ന് ഞാൻ വീട് മാറുകയാണ്. ചിബുക്കലിനെ മുസ്കരാത്തേ ഹുയെ കഹ, ചിബുക്കലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോ തോ സരൂർ ജാൻതേ ഹോഗേ, നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ തീർച്ചയായിട്ടും അറിയുമായിരിക്കും. ഹാ പഹലെ ജബ് ബി ഹം മിലേ ഹേ തുമ്നെ ഉൻകാ ജിക്ർ കിയാ ഹേ. അറിയാം. പഹലെ ജബ്, എപ്പോഴാണോ, ആദ്യമൊക്കെ നമ്മൾ എപ്പോഴാണോ കണ്ടുമുട്ടാറുള്ളത് അപ്പോഴൊക്കെ തുമ്നെ, നീ, ഉൻകാ ജിക്ർ കിയാത, അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ജിക്ർ കിയ പറഞ്ഞ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുക. ക്യാ ഹുവാ ഉനേ, അദ്ദേഹത്തിന് എന്തു പറ്റി? ഗിർഗിട്ടി ആവാസ് മേ കഹ, ഗിർഗിട്ട് ഓന്തിന്റെ ശബ്ദത്തിൽ പറഞ്ഞു. ഹുവാ കുച്ച് നഹീ ബുദ്ധു, ഒന്നും സംഭവിച്ചിട്ടില്ല ബുദ്ധു. വേ ജിസ് കിരായെ കെ കമരേ മേ രഹ്തേ ഥേ അബ് നഹീ രഹ്തേ, അദ്ദേഹം ഏത് വാടക വീട്ടിലാണോ താമസിച്ചിരുന്നത് അവിടെ ഇനി താമസിക്കുന്നില്ല.
കിരായ പറഞ്ഞ വാടക, കമരെ പറഞ്ഞ റൂം, അതായത് വാടക റൂമിലാണ് താമസിച്ചിരുന്നത്, അവിടെ ഇനി താമസിക്കുന്നില്ല. ഉന്നോനെ അപ്പന നയാ ഘർ ബനാ ലിയാ ഹെ, അദ്ദേഹം സ്വന്തമായിട്ടൊരു പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നു. ചിപ്പക്കലിനെ കഹ, ചിപ്പക്കലി പറയാണ് അദ്ദേഹം നല്ലൊരു വീട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പല്ലി പറയുകയാണ്. തോ തുമ്മേ ഇസ്സെ ക്യാ, അതിന് നിനക്കെന്താണ്? ഗിർഗിട്ടിയായ, ഗിർഗിട്ട് വീണ്ടും ഗിർഗിട്ടിന്റെ സ്വരത്തിൽ ചോദിക്കുകയാണ്, അതിന് നിനക്കെന്താണ്? മേരാ ജീന ദൂബർ ഹോ ഗയാ ഹേ, എന്റെ ജീവിതം, മേരാ ജീന ദൂബർ പറഞ്ഞ അസഹ്യം, എന്റെ ജീവിതം അസഹ്യമാവുകയാണ്. ഔർ തും കഹ് രഹേ ഹോ തുമേ ഇസ്സെ ക്യാ, നീ ചോദിച്ചില്ലേ അതിന് നിനക്കെന്താണ് എന്ന്. തും കബി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ കെ കമരെ മേ തോ കുച്ച് സമജ് പാത്തെ. തും കബി രഹേ ഹോത്തെ, നീ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ആ വാടക റൂമിൽ താമസിച്ചിരുന്നുവെങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു. കിതനെ സലീക്കെ സെ രഹത്തെ थे हम, ഞങ്ങൾ എത്രമാത്രം സലീക്കെ അന്തസ്, ഞങ്ങൾ എത്രമാത്രം അന്തസ്സോടെയാണ് അവിടെ താമസിച്ചിരുന്നത്. ഉൻകെ പാസ് കിതാബോं की बड़ी बड़ी अलमारियां थी, അദ്ദേഹത്തിന്റെ അടുത്ത് പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരകൾ ഉണ്ടായിരുന്നു. ദേ കിതാബോं के ആകെ രഹത്തെ थे, അദ്ദേഹം പുസ്തകങ്ങൾക്ക് മുമ്പിൽ താമസിച്ചിരുന്നു. मैं किताबों के पीछे, ഞാൻ പുസ്തകങ്ങൾക്ക് പിന്നിൽ. मैं कितनी ही बार उनसे कपड़ों की गली में मिली, ഞാൻ എത്ര തവണ അദ്ദേഹത്തിനെ വസ്ത്രങ്ങൾക്കിടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ബർത്തനോ കി ഗലി മേ മിലി, പാത്രങ്ങൾക്കിടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ദരാസ് മാർക്കറ്റ് മേ മിലി, മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇസ് ഡസ്റ്റ് ബിൻ മേ മിലി, ഡസ്റ്റ് ബിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ജാഡൂക്കെ നീച്ചെ മിലി, ചൂലിന് താഴെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഹമേശ മുസ്കുരായെ, എപ്പോഴും പുഞ്ചിരിക്കും. എന്നെ എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം എന്താ ചെയ്യാ? പുഞ്ചിരിക്കും. വസ്ത്രത്തിനിടയിൽ വെച്ച് കണ്ടാലും, ചൂലിന് താഴെ വെച്ച് കണ്ടാലും, അതുപോലെ തന്നെ പാത്രങ്ങൾക്കിടയിൽ വെച്ച് കണ്ടാലും, എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം പുഞ്ചിരിക്കും. മേരാ തജുർബ കാത്താ ഹേ കി, മേരാ തജുർബ എന്റെ അനുഭവം, തജുർബ എന്ന് പറഞ്ഞ അനുഭവം. മേരാ തജുർബ കാത്താ ഹേ കി, എന്റെ അനുഭവം പറയട്ടെ. ചിപ്പക്കലിയോം കെ പീച്ചെ ജാഡു ലേക്കർ പടേ രഹ്നെ വാലോ മേം സേ വോ നഹി ഹേ, ചിപ്പക്കലികളുടെ പിന്നാലെ ചൂലുമായിട്ട് ഓടുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹമില്ല. ചിപ്പക്കലി ആരാണ്? പല്ലി. പല്ലികളുടെ കൂട്ടത്തിൽ ചൂലുമായിട്ട് ഓടുന്നവരുടെ കൂടെ അദ്ദേഹം ഇല്ല. അതായത് പല്ലികളെ കണ്ടാൽ ചൂലെടുത്ത് ഓടിക്കുകയാണ് ചെയ്യുക പതിവ് അല്ലെ, അങ്ങനെ അദ്ദേഹം ചെയ്യാറില്ല. ഉൻസെ പഹലെ മേൻ ശ്രീമതി ശാന്തി ദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹ്തി, ഉൻസെ പഹലെ അതിനു മുമ്പ് ഞാൻ ശ്രീമതി ശാന്തിദാസിന്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. പൂരി അശാന്തിദാസ് ദീവേ, അവര് ശാന്തിദാസ് അല്ല, അവര് അശാന്തിദാസ് ആണ്. പേര് ശാന്തിദാസ് ആണെങ്കിലും സ്വഭാവം എന്താണ്? അശാന്തിദാസ് ആണ്. മുജെ ദേഖത്തെ ഹി ചില്ലാത്തി തി, എന്നെ കാണുമ്പോഴേക്കും അവര് നിലവിളിക്കും. ചില്ലാത്തി നിലവിളിക്കുക. ഉയ് ഗിക്കി ബാന്തി ജാത്തി ദി ഉൻകി, ഉയ് എന്ന ശബ്ദം ഉണ്ടാക്കുമായിരുന്നു അവര്. അത് പുറത്തേക്ക് ഗിക്കി ബന്ദ് ജാത്തി തി, സൗണ്ട് പുറത്തേക്ക് വരാതെ അങ്ങനെ ഉയ് എന്ന ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. സുശാന്തോ ജൽദി ആവോ ഇസേ ബഗാവോ, സുശാന്തോ പെട്ടെന്ന് ഓടിവാ അതിനെ ഓടിക്കി എന്ന് പറയുമായിരുന്നു. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹി ടിക് സക്തി, എനിക്ക് അവരുടെ കൂടെ ഒരാഴ്ച പോലും തികച്ച് താമസിക്കാൻ കഴിഞ്ഞില്ല. पर कहते हैं ना, जो वास्तव में भला होता है उसे भले लोग जरूर मिलते हैं, പക്ഷേ പറയാറില്ലേ വാസ്തവത്തിൽ നല്ലവർക്ക് നല്ലവരെ ലഭിക്കുമെന്ന് പറയാറില്ലേ. ഫലസ്വരൂപ് മേരി സിന്ദഗി മേം ശ്രീമാൻ ഫർഹാദ് ആ ഗയി, ഫലസ്വരൂപം മേരി സിന്ദഗി മേം, ഫലസ്വരൂപമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ശ്രീമാൻ ഫർഹാദ് ആ ഹി ഗയെ, ശ്രീമാൻ ഫർഹാദ് വന്നു. കൽത്തെ ഹുയെ ചിപ്പക്കലി കെ ചെഹരെ പർ വൈസി ഹി അസീം ശാന്തി തി,
അത് പറഞ്ഞപ്പോൾ തന്നെ ചിപ്പക്കലിയുടെ മുഖത്ത് വൈസീഹി അസീമ ശാന്തീതി, അതുപോലെയുള്ള ഒരു നല്ല അതിരില്ലാത്ത ഒരു സമാധാനം ആ ചിപ്പക്കലിയുടെ മുഖത്ത് കണ്ടു. ഏതുപോലെ? സംഗമർമർ കി മൂർത്തിയോ മേം ഹോത്തി, ഈ മാർബിൾ മൂർത്തികളിൽ ഉള്ളതുപോലെയുള്ള വളരെ ഒരു ശാന്തി അതിന്റെ മുഖത്ത് കാണാൻ തുടങ്ങി. ओ चिप्पू, मैं तुम्हारा दर्द समझ सकता हूँ, कितनी दफा मैं खुद ऐसे अनुभव से गुजरा हूँ, गिरगिट ने कहा. गिरगिट പറയാണ്, ഓ ചിപ്പു, मैं तुम्हारा दर्द समझ सकता हूँ, ഓ ചിപ്പു, ഞാൻ നിന്റെ വേദന മനസ്സിലാക്കുന്നു. കിത്തനി ദഫാ മേം, എത്ര തവണ, എത്ര പ്രാവശ്യം, മേം ഖുദ് ഐസെ, ഞാൻ സ്വയം ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ളതാണ്, ഗിർഗിറ്റ് പറഞ്ഞു. सो अब मेरा इरादा श्रीमान फरहाद के घर में ही बच्चा गुच्छा जीवन गुजारने का है. എങ്കിൽ അബ് മേര, ഇനി എൻ്റെ ഇരാധ എന്താണെന്ന് വെച്ചാൽ, ഇരാധ എന്ന് പറഞ്ഞ തീരുമാനം, ഇനി എൻ്റെ തീരുമാനം ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള ജീവിതം ചിലവഴിക്കുക എന്നതാണ്. ഇനി എൻ്റെ തീരുമാനം, എൻ്റെ ശേഷിക്കുന്ന ജീവിതം ആരുടെ കൂടെ? ഫർഹാദിന്റെ വീട്ടിൽ തന്നെ ചിലവഴിക്കുക എന്നതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാണ്. ഗുസാർന പറഞ്ഞ കഴിച്ചുകൂട്ടുക, ഗുസാർന കഴിച്ചുകൂട്ടുക. ചിപ്പക്കലിനെ ഏക് ഹി വാക്യ മേ ബാത്ചീത് സമാപ്ത് കർത്തെ ഹുയെ കഹ. ചിപ്പക്കലി ഒറ്റയടിക്ക് പറയാന്നൊക്കെ പറയില്ലേ, ഒരേ സെന്റൻസിൽ അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. എന്നിട്ട് പറയാണ്, ഒറ്റ വാക്യത്തിൽ പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞ് അവൻ അവസാനിപ്പിച്ചു. എൻ്റെ ആഗ്രഹം, അതായത് എൻ്റെ തീരുമാനം ഇനി ഇങ്ങനെയാണ്, ഇനി ബാക്കി ജീവിതം എന്ത് വന്നാലും വേണ്ടില്ല, ഇനി ബാക്കി ജീവിതം ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്? ഫർഹാദിന്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. എന്നിട്ട് ബാത്ചീത് സമാപ്ത് കർത്തെ ഹുയെ കഹ, വിചാർ അച്ഛാ ഹേ, ഗിർഗിട്ടിനെ ബോല. ചിന്ത നല്ലത് തന്നെ, ഗിർഗിട്ട് പറഞ്ഞു. അച്ഛാ ഹേന, നല്ലതല്ലേ, വക്ത് മിൽത്തേത്തോ ആലാ കബി, നിനക്ക് സമയം കിട്ടുകയാണെങ്കിൽ, വക്ത് സമയം, മിലേത്തോ കിട്ടുകയാണെങ്കിൽ, കബി ആന ഇടയ്ക്കൊക്കെ വരിക, നിനക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വരണം എന്ന് പറയാണ്. കർത്തെ ഹുയെ ചിപ്പക്കലി ആകെ ബഡ്ഗയി, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിപ്പക്കലി മുമ്പോട്ടേക്ക് നടന്നു. ചിപ്പക്കലി പല്ലി മുമ്പോട്ടേക്ക് നടക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട്. ജരൂർ ജരൂർ മുझे तुमसे मिलने आना अच्छा ही लगेगा. ജരൂർ ജരൂർ തീർച്ചയായും, മുझे തുംസേ മിൽനെ ആന, എനിക്ക് നിന്നെ കാണാൻ വരുന്നതിൽ അച്ഛാ ഹി ലഗേഗ, വളരെയധികം സന്തോഷമാണ്, ഞാൻ തീർച്ചയായിട്ടും വരും. ആജ് ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിട്ട് ചിപ്പക്കലി കോ ജാത്തെ ദേഖത്ത കഹ. ഹാത്ത് ദിലാത്തെ ഹുയെ, കൈ ഇളക്കിക്കൊണ്ട്, ഗിർഗിട്ട് ചിപ്പക്കലി കോ ജാത്തെ ദേഖത്ത രഹ, ചിപ്പക്കലി പോകുന്നത് നോക്കി നിന്നു. ഗിർഗിട്ട് ചിപ്പക്കലി പോകുന്നത് ഓന്ത് പല്ലിക്ക് ടാറ്റ കൊടുത്തോണ്ട് കൈ ഇളക്കിക്കൊണ്ട് പല്ലി പോകുന്നത് നോക്കി നിൽക്കാണ്. ചിപ്പക്കലി നീം സരായ്ക്കെ മക്കാൻ നമ്പർ 205 നമ്പർ ഗേറ്റ് പർ പഹുഞ്ചി, ദീവാർ പർ ചടി, എന്നിട്ട് ചുമരിലേക്ക് കയറി. ചിപ്പക്കലി നീം സരായ്ക്കെ മക്കാൻ നമ്പർ, നീം സരായിലെ മക്കാൻ നമ്പർ 205 ആ ഗേറ്റിലെത്തി. എന്നിട്ട് ദീവാർ പർ ചടി, ചുവരിൽ കയറിയിരുന്നു. ചടി കയറി. സുനോ നോക്കൂ അല്ലെങ്കിൽ കേൾക്കൂ. चिपकली ने चारों और नजर घुमाकर देखा कि आवाज किधर से आई. അവിടെ കയറിയിരുന്ന സമയത്ത് ആരോ സുനോ എന്ന് വിളിക്കുകയാണ്. ചിപ്പക്കലിനെ ചാരോ ഓർ ദേക്ക, ചിപ്പക്കലി 4 ഭാഗത്തും നോക്കി. നസർ ഗുമാക്കർ ദേക്ക കി ആവാസ് കിധർ സെ ആയി, ചുറ്റിലും നോക്കി, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? അരേ ഓർ ഊപ്പർ ഇധർ കോനേമേ, അരേ മുകളിലേക്ക് നോക്കൂ, ഇധർ കോനേമേ ഇവിടെ മൂലയിൽ. ചിപ്പക്കലിനെ കോനേമേ ദേഖത്തെ ഹുയെ കഹ, ചിപ്പക്കലി മൂലയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മേം തോ സോച്ചത്തി ദി നയേ ഘർ മേ മേ ഹി സബ്സെ പഹലെ പഹുഞ്ച് രഹിയും, ഞാൻ കരുതിയിരുന്നു ഈ പുതിയ വീട്ടിൽ ആദ്യം എത്തുന്നത് ഞാനായിരിക്കും എന്ന്. തും കബ് പഹുഞ്ചി, നീ എപ്പോൾ എത്തി? മേനെ കൽ ഹി ഷിഫ്റ്റ് കിയാ ഹെ, മക്കടിനെ കഹ, മക്കടി പറയാണ് ഞാൻ ഇന്നലെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തു.
മക്കടി ആരാണ്? ചിലന്തി. തോ ഔർ കോൻ കോൻ ഹേ ഹാം, എങ്കിൽ പിന്നെ ഇവിടെ ആരൊക്കെയുണ്ട്? ചിപ്പക്കലീനെ പൂച്ച. പല്ലി ചോദിക്കാണ്, നിന്നെ കൂടാതെ ഇനി ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? 10-15 മക്കിയാം ഓർ സൗക്കെ ആസ് പാസ് മച്ചർ. 10-12 ഈച്ചകളും 100-നോടടുത്ത് കൊതുകുകളും ഉണ്ട് ഇവിടെ. മക്കടിനെ ബതായ, മക്കടി പറഞ്ഞു. ഹായ് ചിപ്പക്കലീനെ മക്കി മച്ചരോം കി ഓർ ദേക്കാ ഹാത്ത് ഹിലാത്തെ ഹുയെ കാ. ചിപ്പക്കലി ഈച്ചകൾക്കും അതുപോലെ തന്നെ കൊതുകുകൾക്കും നേരെ നോക്കിക്കൊണ്ട് കൈ ഇളക്കിക്കൊണ്ട് പറയാണ്, ഹായ്. ഹാം ഹൂം ഹി ഹി. മക്കി മച്ചരോം നെ കുച്ച് ഘബരായി സി ഹൻസി ഹസ്തെ ഹുയെ ജവാബ് ദിയ. ഈച്ചയും കൊതുകുകളും ഒക്കെ കുറച്ച് പരിഭ്രാന്തിയോടെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. और वही मुहावरा दोहराया जो इंसानों में गासा प्रचलित है. और वही മുഹാവര ദോഹരായ, എന്നിട്ട് അവര് ആ മുഹാവര, ആ പഴഞ്ചൊല്ല് അവര് ഉരുവിടുകയാണ്. ജോ ഇൻസാനോമേ ഗാസ പ്രചലിത് ഹെ, മനുഷ്യർക്കിടയിൽ പ്രചരിതമായിരുന്ന ആ ഒരു പഴഞ്ചൊല്ല്. ഹം ജഹാം ജാനാ ചാത്തെ ഹെ ഹമാരി ബദ്കിസ്മത്തി ഹംസെ പഹലെ വഹാം പഹുഞ്ച് ജാത്തി ഹെ. നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നുവോ അതിനു മുമ്പേ നമ്മുടെ ബദ്കിസ്മത്തി, നമ്മുടെ ദൗർഭാഗ്യം നമുക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഹം ജഹാൻ ജാനാ ചാത്തെ, നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നുവോ ഹമാരി ബദ്കിസ്മത്തി, നമ്മുടെ ദൗർഭാഗ്യം, ഹംസെ പഹലെ, നമുക്ക് മുമ്പ്, വഹാം പഹുഞ്ച് ജാത്തി, അവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് ഉള്ള ഒരു പഴഞ്ചൊല്ല് പറയാണ്. ഇന്ന് നമുക്ക് ഇത്രയും ഭാഗം എടുക്കാം. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ടിലെടുക്കാം. ഇത് നന്നായിട്ട് വായിക്കുക. അതിലൊരുപാട് പുതിയ ശബ്ദമുണ്ട്, മീനിങ് പഠിക്കാനുള്ളത് ഒരുപാടുണ്ട്. നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ മീനിങ്ങുകളൊക്കെ എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, ഇതിന്റെ മീനിങ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം. അടുത്ത ഭാഗത്തിൽ, അടുത്ത പാർട്ട് ഇടുന്ന സമയത്ത് എല്ലാ മീനിങ്ങും കൂടെ എഴുതിയിട്ടുള്ള ഒരു PDF ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. അത് നോക്കിയിട്ട് പഠിക്കുക. കുറേയൊക്കെ മീനിങ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. പ്രാവശ്യം മീനിങ് കുറച്ചധികം തന്നെ, പുതിയ ബുക്കായതുകൊണ്ട് തന്നെ കുറച്ചധികം മീനിങ്ങുകൾ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ മീനിങ്ങുകളൊക്കെ കണ്ടെത്താൻ പറ്റുക. ഈ ഭാഗത്താണുള്ളത്. ഇവിടെ കണ്ടോ, ഒരുപാട് മീനിങ്ങുകൾ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. അത് കൂടാത്തത് നിങ്ങൾക്ക് ഇതിലുള്ള ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതും കൂടെ നോക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മീനിങ് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം. ഇതിലുള്ള മീനിങ് എന്ന് പറയുന്നത് ചിപ്കലി പല്ലിയാണ്, ഗിർഗിട്ട് ഓന്ത്, കലി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ചിപ്കലിയാണ്, ഗിലി ഗിലീസി വളരെയധികം സന്തോഷത്തില്, ഗിർഗിട്ട് ഓന്ത് ഗല തൊണ്ട അല്ലെങ്കിൽ കഴുത്ത്, ഫൂലുക്കർ വീർപ്പിക്കുക, പിച്കന എന്ന് പറഞ്ഞാൽ പിച്ക പറഞ്ഞാൽ ചുരുക്കുക, ജിക്ർ ചർച്ച അല്ലെങ്കിൽ ഓർമ്മ, ഗിർഗിട്ടി ആവാസ് എന്ന് പറഞ്ഞാൽ ഓന്തിന്റെ ശബ്ദം, കിരായെ വാടക, ഗിർഗിട്ടിയായ എന്ന് പറഞ്ഞാൽ ഓന്ത് പറഞ്ഞു, ദൂബർ അസഹ്യം, സലീക്കെ അന്തസ്, തജുർബ അനുഭവം, ഉപാസിലേന കോട്ടുവായിടുക, ടിക്ന താമസിക്കുക, ദഫ പ്രാവശ്യം, നസർ ഗുമാക്കർ ദേക്കന ചുറ്റിലും നോക്കുക, മക്കടി ചിലന്തി, മക്കിയാം ഈച്ചകൾ, മച്ചർ കൊതുകുകൾ, ബദ്കിസ്മത്തി ദൗർഭാഗ്യം, ദോഹരായ ആവർത്തിക്കുക, ഇരാദ തീരുമാനം, ഗുജാർന കഴിച്ചുകൂട്ടുക, ബച്ചാഗുച്ച ബാക്കി വന്ന അവശേഷിക്കുന്ന, ബച്ചാഗുച്ച ജീവൻ പറഞ്ഞ അവശേഷിക്കുന്ന ജീവിതം. മനസ്സിലായില്ലേ? എത്രയാണ് ഇതിൽ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് പഠിക്കാനുള്ള മീനിങ്, അത്രയും നന്നാക്കി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.